നമുക്ക് സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ലിബ്ര വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ലോ സ്പേം കൗണ്ട്, അവർക്ക് സ്പേം കൗണ്ട് കുറയാനുള്ള ഒരു സാധ്യത. അപ്പൊ ഈ മൂണെന്ന് പറയുന്ന ഗ്രഹം ലിബ്ര രാശി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ മേൽചാട്ട് ആണുങ്ങളുടെ രീതിയിലാണെന്ന് വരിക ഇങ്ങനെയുള്ള ഒരു കേസ്. നമുക്ക് സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ലിബ്ര വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ലോ സ്പേം കൗണ്ട്, അവർക്ക് സ്പേം കൗണ്ട് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ ലിബ്ര രാശി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിബ്ര എന്ന് പറഞ്ഞാൽ ഈ വീനസിന്റെ ഒരു രാശിയാണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ ലേഡീസിന്റെ കാര്യമാണെന്നതിൽ അവർക്ക് പ്രോബ്ലം വിത്ത് എക്സൽസ്, അതായത് അവരുടെ ഈ കൗണ്ട് കുറയാനുള്ളത് അല്ലെന്നതിൽ അത് സ്ട്രോങ് ഓവറിയുടെ പവർ സ്ട്രോങ് അല്ലായിരിക്കാനുള്ളത്. അതുപോലെ ചില കേസിലൊക്കെ എന്താ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് സണ്ണ് വീനസ് ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെന്ന് വരില്ല, സണ്ണ് സൂര്യന് വീനസ് ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് വരില്ല, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലേഡീസിന് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്താണ് വീനസും സൂര്യനും ശത്രുക്കളാണ്. അപ്പൊ നമ്മൾ മൊബൈൽ ന്യൂമറോളജി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കണക്ഷൻ കോമ്പിനേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൃത്തിയാട്ടിലെ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള കണക്ടിവിറ്റിയിലാണ് നമ്മൾ ഇത് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അതുപോലെ ചന്ദ്രൻ ലിബ്ര രാശി നിൽക്കുന്ന കേസുകളൊക്കെ ഉള്ള അങ്ങനെയുള്ള വൃത്തിയായിട്ട് ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ എർലി ഇജക്ഷൻ, അതായത് അവർക്ക് ഒരു ടൈമില്ല. നമുക്ക് ഇതൊരു മെഡിക്കൽ അസ്ട്രോളജിയാ. അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ചില കണ്ടന്റ് വേർഡ് യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ചില കമന്റ് വരാറുണ്ട്. അപ്പൊ ഈ മൂണെന്ന് പറയുന്ന ഗ്രഹം ലിബ്ര രാശി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ മേൽചാട്ട് ആണുങ്ങളുടെ രീതിയിലാണെന്ന് വരിക ഇങ്ങനെയുള്ള ഒരു കേസ്. എർലി ഇജാക്കുലേഷൻ, അതായത് എളുപ്പമായിട്ട് ഇത് സ്പേംസ് പോകേണ്ട ഒരു സിറ്റുവേഷന്, അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട്, അവർക്ക് സ്പേം കൗണ്ട് കുറയാന് അല്ല ഇങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ട് കുട്ടികൾ ഉണ്ടാകാനുള്ള താമസം ഉണ്ടാകുള്ളൂ. അതുപോലെ ഫീമെയിൽ ആണെന്ന് വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസിൽ ഈ പറയുന്ന ലിബ്ര രാശിയിൽ 3 വരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നതിൽ അവർക്ക് പീരീഡ് സൈക്കിളിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചേഞ്ചസ് വരാന്, മെൻസ്ട്രൽ സൈക്കിളിനകത്ത് വ്യത്യാസം വരാന്, അതുപോലെ പല കേസിലും PCOD, PCOS, സിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പല ഫൈബ്രോയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഭയങ്കര സാധ്യത കൂടുതലാണെന്നുള്ള മനസ്സിലാവും. പിന്നെ ചില കേസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിഡോസ്, അതായത് ഈ വിധവകളൊക്കെ ഉള്ള ആൾക്കാരുടെ ഇങ്ങനെ വെറുതെയായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് ഇതിന് പകരം നമുക്ക് ചൊവ്വ നിൽക്കുക, മാസ് ഇൻ ലിബ്ര, അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്പേംസ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, മാസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് വരുമ്പോൾ ഫീമെയിൽ കേസ് ആണെന്ന് വരിൽ അവർക്ക് സിസേറിയന് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മാത്രമല്ല പ്രോബ്ലം വിത്ത് ബ്ലഡ് പ്രഷർ, അതായത് ഒരു ലൈംഗിക താല്പര്യം കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യത അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസിലൊക്കെ ചില കേസിൽ വരാറുണ്ട്. അതുപോലെ മെർക്കുറി ലിബ്ര ഇങ്ങനെയൊക്കെ ഉള്ള കേസ് വരുന്ന അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ വരിലും ഈ പറഞ്ഞ മാതിരി സെക്ഷുവൽ ഇൻട്രസ്റ്റിന്റെ താല്പര്യം കുറവുണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വീനസ് ഇൻ ലിബ്ര, വീനസ് ഈ ലിബ്ര രാശിയിലൊക്കെ വരികയാണെന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സ്പേം കൗണ്ട് കുറവാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വീനസ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു സാധ്യത. അതുപോലെ ഫീമെയിൽ ചാർട്ട് ആയാലും ഇങ്ങനെയുള്ള കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് റെഗുലറായിട്ട് കാണാനുള്ള ഒരു സാധ്യത. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ പല അസ്ട്രോളജേഴ്സിനും ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടോ, അസ്ട്രോളജി മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ഇങ്ങനെയുള്ള ഈ ഒരു അസ്ട്രോളജിക്കൽ പ്രഡിക്ഷനകത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു സബ്ജക്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി, എന്റെ ഓരോ സബ്ജക്റ്റും ഡിഫറന്റ് ആണ്. നിങ്ങളിപ്പോ ഇറാന്റെ ബർത്തിയായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ അത് മലയാളത്തിൽ ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള സബ്ജക്ട്, ന്യൂമറോളജി അല്ലെങ്കിൽ അസ്ട്രോവാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള സബ്ജക്ട്, പാമിസ്ട്രി അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട് നമ്മുടെ പോയിട്ടുണ്ട്. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഈ ലിബ്ര രാശിയിൽ സാറ്റൻ നിൽക്കുക, ശനി നിൽക്കുക, ആ ശനി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെന്ന് വരി ആണുങ്ങളാണെന്ന് വരി അവർക്ക് സ്പേം കൗണ്ട് കുറയാനുള്ള സാധ്യത. അതുപോലെ ഫീമെയിൽ ആണെന്ന് വരി ഇങ്ങനെയുള്ള ലേഡീസ് ആണെന്ന് വരി ഇങ്ങനെയുള്ള ഒരു കേസിൽ അവർക്ക് യൂട്രസിന് എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരിക. അതുപോലെ കുട്ടികൾ ഉണ്ടാകാൻ താമസിക്കുക, പ്രത്യേകിച്ച് ശനി എന്ന് പറഞ്ഞാൽ ഡിലേ ആകുന്ന കാര്യങ്ങളാണ് പല കാര്യങ്ങളും അറിയാമല്ലോ. അപ്പൊ അതുപോലെ രാഹു നിൽക്കുക, രാഹു ലിബ്ര രാശിയിലാന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കേസിലാണെന്ന രീതിയിൽ ഒരു ഡ്രൈനസ് ഇൻ ദ സ്പേം കൗണ്ട്, ആ സ്പേം കൗണ്ടിന്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിലുള്ള വരാനുള്ളത്, അല്ലെങ്കിൽ ഒരു സ്പേമിന്റെ കൗണ്ട് കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യത. അതുപോലെ ഫീമെയിൽ കേസ് ആണെന്നൊരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് ഓവർ
ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവേറിയൻ പ്രോബ്ലം വരാറുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കൂടെ ചില കേസിൽ ഇങ്ങനെ ചെയ്യാൻ അല്ലെന്നിരി പ്രത്യേകിച്ച് പല കേസിൽ ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പ്രത്യേകിച്ച് ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെ മൂന്നൊക്കെ കൂടെ കണക്കി വെക്കുക എന്ന രീതിയിൽ 100% IVF അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെന്ന രീതിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള വരും. പ്രത്യേകിച്ച് കേതു 3 ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 5th ഹൗസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ 100% ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കേതു അതേമാതിരി ലിബ്ര ഹൗസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് IVF അല്ലെന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ അല്ലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിക്വയർഡ് ആയിട്ടുള്ള വരുന്ന കേസുകൾ ആണുങ്ങൾക്ക്. അതേസമയത്ത് ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ കേതു ഇങ്ങനെ ലിബ്ര രാശി നിന്ന് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാരാനോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിട്ടുള്ളത് കൊച്ചിലെ ആരോ മോളസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാനോ അതുമല്ലെന്നവര് ഇങ്ങനെയുള്ള കുട്ടികളെ ആരെങ്കിലും മോളസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ആൾക്കാരും വൃത്തിയായിട്ട് നമ്മൾ നോക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, സാധാരണ കേരളത്തിൽ കാണുന്ന ഒരു അസ്ട്രോളജി പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഞാൻ പറയുന്നത്. എന്റെ ഓരോ വീഡിയോയിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ട് വിത്ത് ചാർട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതാണ് പ്രഡിക്ഷൻ പാർട്ടിലെ അക്യുറസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ രാഹു കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ ലിബ്ര രാശി വരുവാന്ന് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം വാലും തലയുടെ ഒരു കഥ അറിയാം. അപ്പം രാഹു എന്ന് പറഞ്ഞത് തല, കേതു എന്ന് പറയുന്ന വാല്. അപ്പൊ പല കേസിലും ചിലപ്പോൾ ഓരോ ഓവര് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു കേസൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഓരോ കണക്ടിവിറ്റിയുടെ അനുസരിച്ചിരിക്കും. എന്നാൽ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ സണ്ണും മെർക്കുറിയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. പ്രത്യേകിച്ച് എന്നാൽ ഈ സണ്ണും മൂണും ഒക്കെ കണക്ട് ചെയ്യാന്ന് സെലിബ്രേഷൻ അറ്റ് ദ ഹോം. നമ്മൾ ഈ പ്രത്യേകിച്ച് ട്രാൻസിഷനിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളുടെ മേലിൽ കൂടെ ആ ഗ്രഹങ്ങളല്ല സണ്ണും മെർക്കുറിയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ബർത്തിയാട്ടിന്റെ മേലിൽ കൂടെ സൂര്യൻ പാസ് ചെയ്യുന്ന സമയമുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻ നടക്കാനുള്ള സാധ്യതകള് അല്ലെന്നൊരു പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള പുതുമകൾ നിറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ഒരു വീട്ടിൽ തന്നെ പണ്ട് കാലത്ത് 15 കുട്ടികളെ 10 കുട്ടികളെ എല്ലാ വർഷവും ഒരു ടൈമിൽ പ്രഗ്നന്റ് ആകേണ്ടതായിട്ടുള്ള ഒരു ഗർഭം ധരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷന്റെ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒരാൾക്കൊരു കുട്ടി ഉണ്ടാകുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊണ്ട് ആ പ്രത്യേകിച്ച് ഗർഭം ധരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഒരു കുട്ടിക്ക് അത് ആണാണോ പെണ്ണാണോ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഗ്രഹങ്ങളുടെ മേലിൽ കൂടെ. അപ്പൊ ഈ പ്ലാനറ്റ് അല്ല ഈ ഗ്രഹങ്ങൾക്കിടയിലും മെയിൽ പ്ലാനറ്റ്, ഫീമെയിൽ പ്ലാനറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഈ മെയിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ആണുങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സണ്ണ്, അതുപോലെ മാർസ്, ചൊവ്വായ, ജൂപ്പിറ്റർ, ഈ പറയുന്ന ഗുരു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങള് അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷന് വരുന്ന ആൾക്കാർക്ക് ആൺകുട്ടികൾ ജനിക്കാനും അതുപോലെ ഗർഭം ധരിക്കുന്നവരുടെ സമയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഗ്രഹങ്ങളുടെ അവരുടെ കണക്ടിവിറ്റി മെർക്കുറി, അതായത് ഈ പറയുന്ന ബുധന്, അതുപോലെ ശുക്രന്, ചന്ദ്രന്, കേതുവ്, ഇങ്ങനെയൊക്കെ ഉള്ള ചില കണക്ടിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഫീമെയിൽ ചൈൽഡ് പെൺകുട്ടികളായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ ഈ കേതു 3 എന്നൊക്കെ പറയുന്ന മെറ്റേണിറ്റി വാർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കേസിലെ കേതു 3 ഒക്കെ ഇങ്ങനെയുള്ള ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെൺകുട്ടികളായിരിക്കും ജനിക്കുന്നത്. അതേമാതിരി ഈ മെറ്റേണിറ്റി വാർഡിനെ സൂചിപ്പിക്കുന്ന അങ്ങനെയുള്ള പല കേസിലും ഒരു 90% കേസിൽ പെൺകുട്ടികളാണ് ഉണ്ടാകുന്നുള്ള സാധ്യതകൾ. അപ്പൊ നമുക്ക് സിസേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സിസേറിയൻ നടന്നിട്ടാണോ നമുക്കിത് ഇപ്പൊ ഇത് ചൈൽഡ് ബർത്ത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഓരോ ആളിനും നിങ്ങൾക്ക് സിസേറിയൻ ആണോ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണോ, അല്ലെ IVF ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുന്നു. നമ്മളൊന്ന് ചെറിയൊരു സബ്ജക്ട് മാത്രമാണ് പറഞ്ഞത്, ഒരു ചൈൽഡ് ബർത്ത് മാത്രം, കുട്ടികളുണ്ടാകുന്നതിനെ പറ്റി മാത്രം. അപ്പം ഓരോ ആൾക്കാരുടെയും കുട്ടികളുണ്ടാകുന്ന എപ്പോൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ ഏറ്റവും കാര്യങ്ങൾ പറയാനുള്ള തിയറി ഇവിടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. അതേമാതിരി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ഒന്ന് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അതൊരു ഗ്രോത്ത് ആണ്. അതുകൊണ്ടൊന്ന് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ